സുഹൃത്തുക്കളെ, നമ്മളിന്ന് PSC കണക്റ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം നമ്മൾ മുൻപത്തെ ക്ലാസ്സിൽ ഇതുപോലെ നമ്മൾ PSCയിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള കണക്റ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയും ചെയ്യുന്നത്. സിമിലാരിറ്റി വരുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ തമ്മിൽ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിത് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ്. നമ്മളൊരു ഫാക്റ്റ് വായിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു സംഗതി നമ്മൾ എന്താണെന്ന് അത് നമ്മൾ ഓർത്തെടുക്കാനും ബുദ്ധിമുട്ടുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പം നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളും ഒന്ന് അതിൻ്റെ കൂടെ ചേർത്ത് പഠിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആനന്ദമഠം എന്ന നോവലിൽ നിന്നെടുത്ത ദേശീയ ഗീതം ഏതാണ്? ആനന്ദമഠം എന്ന നോവലിൽ നിന്നെടുത്ത ദേശീയ ഗീതം ഏതാണ്? ഉത്തരം വന്ദേ മാതരം. വന്ദേ മാതരമാണ്. ഇപ്പം നേരെ തിരിച്ചും ചോദിക്കാം, വന്ദേ മാതരം ഏത് നോവലിൽ നിന്നാണ് എടുത്തതെന്നും ചോദിക്കാം. അപ്പോൾ ആനന്ദമഠം എന്ന ആൻസർ വരും. അപ്പോൾ ആ രീതിയിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും പഠിക്കുക. രണ്ടാമത്തെ ചോദ്യം, വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ട വർഷം ഏതാണ്? വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ട വർഷം 1950 ജനുവരി 24 1950 ജനുവരി 24 വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിക്കപ്പെട്ടത്. മൂന്നാമത്തെ ചോദ്യം, വന്ദേ മാതരം ആദ്യമായി പാടിയ വ്യക്തി ആരാണ്? വന്ദേ മാതരം ആദ്യമായി പാടിയ വ്യക്തിയാണ് രവീന്ദ്രനാഥ ടാഗോർ. ഇപ്പോൾ രവീന്ദ്രനാഥ ടാഗോറാണ് വന്ദേ മാതരം ആദ്യമായിട്ട് പാടിയ വ്യക്തി. നാലാമത്തെ ചോദ്യം, രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലി എന്ന കൃതിയിൽ നിന്നെടുത്ത ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം എന്നാണ്? 1950 ജനുവരി 24 1950 ജനുവരി 24 ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം. അതിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസും വരാം. ഗീതാഞ്ജലി എഴുതിയതാരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഏതിൽ നിന്നാണ് ജനഗണമന എടുത്തതെന്ന് ചോദിച്ചാൽ ഗീതാഞ്ജലി എന്നുള്ള ആൻസർ വരും. അപ്പോൾ ആ രീതിയിലൊക്കെ ഇതിൽ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പം ഈ പറയുന്ന ഫാക്റ്റുകളൊക്കെ നമുക്ക് വേണ്ടതാണ്. അപ്പം ഇതൊന്നും വിടാതെ നമ്മൾ പഠിച്ചു പോവുക. ആറാമത്തെ ചോദ്യം, ദേശീയ മുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം? ദേശീയ മുദ്ര ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച വർഷം 1950 ജനുവരി 26 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ മുദ്ര എവിടെ നിന്ന് പകർത്തിയതാണ്? ഇന്ത്യയുടെ ദേശീയ മുദ്ര എവിടെ നിന്ന് പകർത്തിയതാണ്? ഉത്തരം സാരാനാഥിലെ അശോക ചക്രത്തിൽ നിന്നാണ്. സാരാനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര പകർത്തിയത്. എട്ടാമത്തെ ചോദ്യം, സാരാനാഥ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? സാരാനാഥ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലാണ് സാരാനാഥ് സ്ഥിതി ചെയ്യുന്നത്. ഒമ്പതാമത്തെ ചോദ്യം, ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്ന ദേശീയ നദി ഏതാണ്? ഗംഗാ നദിയാണ്. അവിടെ നമ്മൾ ദേശീയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഗംഗാ നദി എന്നുള്ള ആൻസർ എല്ലാവർക്കും അറിയാം. പക്ഷെ ഉത്തർപ്രദേശിൽ കൂടെയാണ് ഗംഗാ നദി ഒഴുകുന്നത് എന്നുള്ള ആ ഒരു ഫാക്റ്റാണ് നമ്മൾ അവിടെ പഠിക്കേണ്ടത്. ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്ന ദേശീയ നദി എന്ന് ചോദിക്കുമ്പോൾ അവിടെ തമാശയായി പോകും. അപ്പോൾ ഗംഗാ നദി ഒഴുകുന്നത് ഉത്തർപ്രദേശിലൂടെ എന്നുള്ള ഒരു സംഗതി അവിടെ നമ്മൾ പഠിച്ചു വയ്ക്കുക. പത്താമത്തെ ചോദ്യം, ഗംഗാ നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ഗംഗാ നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ഹിമാലയ പർവ്വതത്തിൽ നിന്നാണ്. ഹിമാലയ പർവ്വതത്തിൽ നിന്നാണ് ഗംഗാ നദിയുടെ ഉത്ഭവം. 11ാമത്തെ ചോദ്യം, ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകൾ? ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇതാണ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ. 12ാമത്തെ ചോദ്യം, ഹിമാദ്രി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഹിമാദ്രി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് എവറസ്റ്റ്. മൗണ്ട് എവറസ്റ്റ് അതെവിടെയാണ്? ഹിമാദ്രി പർവ്വതനിരയിലാണ്. അപ്പോൾ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഹിമാദ്രി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്ന് ചോദിച്ചാലും മൗണ്ട് എവറസ്റ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും മൗണ്ട് എവറസ്റ്റ് ആണ്. ഹിമാദ്രി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഈ പറയുന്ന മൗണ്ട് എവറസ്റ്റ് ആണ്. 13ാമത്തെ ചോദ്യം, ഹിമാദ്രി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതാണ്? അപ്പോൾ ഹിമാദ്രി പർവ്വതനിരയിൽ ഒന്നാമത്തേത് എവറസ്റ്റ് ആണ്. രണ്ടാമത്തേത് ഏതാണ്? ഉത്തരം കാഞ്ചൻജംഗയാണ്.
ഒന്നാമത്തേത് മൗണ്ട് എവറസ്റ്റ്, രണ്ടാമത്തേത് കാഞ്ചൻജംഗ. ഇത് രണ്ടും ഹിമാദ്രി പർവ്വതനിരയിലാണ്. 14ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി ഏതാണ്? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി. കാഞ്ചൻജംഗ സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. സിക്കിമുമായി അതിർത്തി പങ്കിടുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 16ാമത്തെ ചോദ്യം, ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രം ഉള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. കൊട്ടാരങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. 19ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ സുപ്രീം കോടതി നിലവിൽ വന്നത് 1774 കൊൽക്കത്തയിലാണ്. 1774 കൊൽക്കത്തയിലാണ്. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന നഗരം കൊൽക്കത്തയാണ്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളമാണ്. എന്നാൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. 22ാമത്തെ ചോദ്യം, 6 തവണ സന്തോഷ് ട്രോഫി കിരീടം നേടിയ ഇന്ത്യൻ ടീം ഏതാണ്? 6 തവണ സന്തോഷ് ട്രോഫി കിരീടം നേടിയ ഇന്ത്യൻ ടീമാണ് കേരള ഫുട്ബോൾ ടീം. 23ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി കിരീടം നേടിയത് ബംഗാളാണ്. 32 തവണയാണ് നേടിയത്. 32 തവണയാണ് ബംഗാൾ സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. അവരാണ് ഏറ്റവും കൂടുതൽ തവണ സന്തോഷ് ട്രോഫി കിരീടം നേടിയത്. 24ാമത്തെ ചോദ്യം, ആദ്യ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ജേതാക്കൾ ആരാണ്? ആദ്യത്തെ സന്തോഷ് ട്രോഫി ടൂർണമെന്റ് ജേതാക്കൾ എന്ന് പറയുന്നത് ബംഗാളാണ്. 25ാമത്തെ ചോദ്യം, സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ച വർഷം? 1941. 1941 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചത്. 26ാമത്തെ ചോദ്യം, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരം ആരാണ്? I.M. വിജയനാണ് ആദ്യത്തെ മലയാളി ഫുട്ബോൾ താരം. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ഫുട്ബോൾ താരമാണ് I.M. വിജയൻ. കറുത്തമുത്ത് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം I.M. വിജയനാണ്. കറുത്തമുത്ത് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഫുട്ബോൾ താരം I.M. വിജയൻ. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്നറിയപ്പെടുന്നത് തോമസ് മത്തായി വർഗീസ്. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സ് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളി എന്നറിയപ്പെടുന്നത് തോമസ് മത്തായി വർഗീസാണ്. തിരുവല്ലപ്പാപ്പൻ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരം തോമസ് മത്തായി വർഗീസാണ്. തിരുവല്ലപ്പാപ്പൻ എന്നറിയപ്പെടുന്ന ഫുട്ബോൾ താരമാണ് തോമസ് മത്തായി വർഗീസ്. 30ാമത്തെ ചോദ്യം, ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സ് ഫുട്ബോൾ ഇനത്തിൽ പങ്കെടുത്ത വർഷം 1948 ലണ്ടൻ ഒളിമ്പിക്സിലാണ്. ഇന്ത്യ ആദ്യമായി ഒളിമ്പിക്സ് ഫുട്ബോൾ ഇനത്തിൽ പങ്കെടുത്ത വർഷം 1948 ലണ്ടൻ ഒളിമ്പിക്സിലാണ്. 31ാമത്തെ ചോദ്യം, ആദ്യ ഫുട്ബോൾ ലോകകപ്പ് നടന്ന വർഷം 1930 1930 ആദ്യ ഫുട്ബോൾ ലോകകപ്പ് നടന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച വർഷവും 1930. ഇപ്പോൾ 1930 രണ്ടെണ്ണം വന്നു. ആദ്യ ഫുട്ബോൾ ലോകകപ്പ് നടന്ന വർഷം 1930. അതുപോലെ INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച വർഷവും 1930. ഇനി അടുത്തത്, ഇന്ത്യ ചരിത്രത്തിൽ 1930 ഗാന്ധിജി നടത്തിയ പ്രധാന സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഉപ്പ് സത്യാഗ്രഹം അഥവാ ദണ്ഡി യാത്രയാണ്. അപ്പോൾ ഇന്ത്യ ചരിത്രത്തിൽ 1930 ഗാന്ധിജി നടത്തിയ പ്രധാന സത്യാഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ ഉപ്പ് സത്യാഗ്രഹം അഥവാ ദണ്ഡി യാത്ര. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദണ്ഡി കടപ്പുറം ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് ദണ്ഡി കടപ്പുറം. ഗുജറാത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം അഹമ്മദാബാദാണ്. നമ്മൾ അഹമ്മദാബാദ് തുണിമിൽ സമരം ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ വ്യവസായം കൂടുതലാണെന്നുള്ള രീതിയിൽ ഓർക്കാം. ഗുജറാത്തിലെ ഗുജറാത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം അഹമ്മദാബാദ്. 36ാമത്തെ ചോദ്യം, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരം അഹമ്മദാബാദാണ്. 2017 ഉൾപ്പെട്ടത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ ഇന്ത്യൻ നഗരമാണ്
അഹമ്മദാബാദ് 2017 ഉൾപ്പെട്ടത്. അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരം സബർമതിയാണ്. അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്ന നദീതീരം സബർമതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ 4 വരി എക്സ്പ്രസ് ഹൈവേ വഡോദര അഹമ്മദാബാദ് എക്സ്പ്രസ് ഹൈവേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ 4 വരി എക്സ്പ്രസ് ഹൈവേയാണ് വഡോദര അഹമ്മദാബാദ് എക്സ്പ്രസ് ഹൈവേ. അടുത്തത് 39ാമത്തെ ചോദ്യം. ബറോഡ എക്സ്പ്രസ്, ബഡോറയല്ല ബറോഡ എന്നാണ്. ബറോഡ എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം സഹീർ ഖാനാണ്. സഹീർ ഖാൻ. 40ാമത്തെ ചോദ്യം. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായികതാരം പി ടി ഉഷയാണ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായികതാരം പി ടി ഉഷയാണ്. പി ടി ഉഷ രാജ്യസഭാ മെമ്പറായി നോമിനേറ്റ് ചെയ്യപ്പെട്ട വർഷം 2022 ജൂലൈ 7-നാണ്. 2022 ജൂലൈ 7-നാണ് പി ടി ഉഷ രാജ്യസഭാ മെമ്പറായി നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. 2022 ശ്രീലങ്കൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ റെനിൽ വിക്രമസിംഗെ. റെനിൽ വിക്രമസിംഗെയാണ് 2022 ശ്രീലങ്കൻ പ്രസിഡന്റ്. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. 44ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരു മിശ്രഭോജനം നടത്തിയ വർഷം എന്നാണ്. ശ്രീനാരായണ ഗുരു മിശ്രഭോജനം നടത്തിയ വർഷം 1915 ആണ്. 1915. മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന വർഷം 1915 അപ്പോൾ അവിടെ ശ്രീനാരായണ ഗുരു മിശ്രഭോജനം നടത്തിയത് 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന വർഷവും 1915 അപ്പോൾ ഗാന്ധിജി മിശ്രഭോജനത്തിനായിട്ട് വന്നു എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ രണ്ടും കൂടി നമുക്ക് ഓർത്തു വെക്കാം. 46ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും കണ്ടുമുട്ടിയ വർഷം 1925 1925 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ കണ്ടുമുട്ടിയത്. 47ാമത്തെ ചോദ്യം. ശ്രീനാരായണ ഗുരുദേവനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുദേവനെ 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. 48ാമത്തെ ചോദ്യം. ജ്ഞാനപീഠ ജേതാവായ ആദ്യ കവി ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ജ്ഞാനപീഠ ജേതാവായ ആദ്യ കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള കൃതി ഓടക്കുഴലാണ്. ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാള കൃതി എന്നറിയപ്പെടുന്നത് ഓടക്കുഴലാണ്. 50ാമത്തെ ചോദ്യം. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ 50 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മളത് കണക്റ്റഡ് ആയിട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു സീരീസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.